നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. CAA നടപ്പിലാക്കില്ലെന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ വാദം പ്രാവർത്തികമാക്കാൻ പോകുന്നില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പൗരത്വ ഭേദഗതി നിയമം ഒരിക്കലും പിൻവലിക്കില്ല. പൗരത്വം കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള വിഷയമാണെന്നും അതിൽ സംസ്ഥാനങ്ങൾക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും ദേശീയ വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിൽ അമിത് ഷാ പറഞ്ഞു. നിയമത്തിനെതിരെ രാജ്യത്താകമാനം പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് അമിത് ഷായുടെ പ്രതികരണം. പ്രീണന രാഷ്ട്രീയമാണ് തമിഴ്നാടും കേരളവും പശ്ചിമ ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ CAA നടപ്പിലാക്കാൻ എല്ലാവരും ഒരുമിക്കുമെന്നും അമിത് ഷാ പറഞ്ഞു. 2019 CAA ബിൽ പാസ്സാക്കുന്നത്. എന്നാൽ 4 വർഷത്തിനു ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ മാർച്ച് 11 കേന്ദ്ര സർക്കാർ വിജ്ഞാനപാനം പുറത്തിറക്കിയത്. CAA ഒരിക്കലും തിരിച്ചെടുക്കില്ല. നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ പൗരത്വം ഉറപ്പാക്കുന്നതിനുള്ള പരമാധികാര തീരുമാനമാണ്. അതിൽ ഞങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല. ANIക്ക് നൽകിയ അഭിമുഖത്തിൽ അമിത് ഷാ വ്യക്തമാക്കി. പ്രതിപക്ഷ പാർട്ടികൾ വ്യാജങ്ങളുടെ രാഷ്ട്രീയമാണ് പയറ്റുന്നത്. CAA ആരുടെയും പൗരത്വം എടുത്തു കളയാൻ വ്യവസ്ഥ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളോ മറ്റേതെങ്കിലും വ്യക്തികളോ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകാനുള്ള നീക്കമാണ് CAA എന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ പ്രധാന ആക്ഷേപം. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദു, ബുദ്ധ, ജൈന, സിഖ്, ക്രൈസ്തവ, പാഴ്സി അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകാനുള്ള നിയമം മാത്രമാണ് CAA എന്നും അമിത് ഷാ പറഞ്ഞു. പ്രതിപക്ഷത്തിന് വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ടാണ് CAAയിലൂടെ BJP പുതിയ ബാങ്ക് സൃഷ്ടിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ അനുച്ഛേദം 370 റദ്ദാക്കലിലും പ്രതിപക്ഷം സമാനമായ വാദങ്ങൾ ഉയർത്തിയിരുന്നു. എന്നാൽ 1950 മുതൽ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു അതെന്നും അമിത് ഷാ പറഞ്ഞു. CAA കേരളത്തിലും നടപ്പിലാക്കും. സംസ്ഥാനങ്ങൾക്ക് ഒന്നും ചെയ്യാനാകില്ല, അമിത് ഷാ വ്യക്തമാക്കി. ഇന്ത്യയിൽ മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകാനുള്ള നീക്കമാണ് CAA എന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ പ്രധാന ആക്ഷേപം. എന്നാൽ ഇതിനോട് അമിത് ഷാ പ്രതികരിച്ചിട്ടില്ല. ഇതിനോടകം തന്നെ 140-ലധികം ഹർജികളാണ് CAAക്കെതിരെ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. നിയമവിവേചനപരമെന്ന് ചൂണ്ടിക്കാട്ടിയെന്നും അമേരിക്ക ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം രംഗത്തു വന്നിരുന്നു.